ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ട്രാവൽ വ്ളോഗായാലോ. നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ ചെറിയൊരു തിരക്കിൽ പെട്ടുപോയി. ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു തിരക്ക് പെട്ടുപോയി. ഇനി നമ്മൾ പോകുന്നത് വയലയുടെ വ്യൂ പോയിന്റിലേക്കാണ്. അത് എവിടെ വെച്ചാൽ കോഴിക്കോട് ജില്ലയാണോ തോന്നുന്നത്, അതോ വയനാട് ജില്ല എനിക്കറിയില്ല കേട്ടോ. കാരണം മൂപ്പര് യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ റെഫർ ചെയ്തിട്ടാണ് മൂപ്പര് കൊണ്ടുപോകണത്. പിന്നെ നമ്മളെന്തായാലും 2-3 മണിക്കൂർ വണ്ടിയിൽ കട്ട പോസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ പോയി. പിന്നെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ച് കയറി. പിന്നെ വാവക്കില്ല ഫുഡ് കഴിഞ്ഞിരുന്നു, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു മൂപ്പര്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഷെർലാക്കാണ് കൂടുതൽ കൊടുക്കാറ്. ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം കേട്ടോ, വീട്ടിലാവുമ്പോൾ അങ്ങനെ കൊടുക്കലില്ല. അപ്പോൾ അത് 2-3 ഷോപ്പിൽ നമ്മൾ ചോദിച്ചു, അവിടെ ഒന്നുമില്ല. ബേക്കറി എത്രങ്ങാനും വലിയ ബേക്കറി ഇവിടെയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. കാരണം നമുക്ക് പിന്നെ ഈ ഭാഗം അധികം അറിയില്ലല്ലോ. സാധാരണ നമ്മളവിടെയൊക്കെ എല്ലാ ഷോപ്പിലും അധികം ഉണ്ടാവലുണ്ട്. മെഡിക്കൽ ഷോപ്പൊന്നും പിന്നെ സൺഡേ കൊണ്ട് ഓപ്പൺ അല്ല. അപ്പോൾ പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി മൂപ്പര് വാങ്ങിക്കൊണ്ടുവന്നു. ഒരാൾക്കും വാങ്ങി നമ്മളങ്ങനെ യാത്ര തിരിച്ചു. അപ്പം മക്കൾസൊക്കെ നല്ല ഉറക്കമാണ്. അവർക്ക് പിന്നെ കാറിൽ ബെഡില്ലോണ്ട് അവരവിടെ കിടന്ന് ഉറങ്ങും. ഓലെ കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെറിയ മോനും മടി കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ ഫിലിമും കണ്ട് ആറാറൂട്ടിൻ്റെ ബിസ്ക്കറ്റും കഴിച്ച് അങ്ങനെ പോവാം. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആറാറൂട്ടിൻ്റെ ബിസ്ക്കറ്റും കഴിച്ച് നമ്മൾ ഫിലിമും കണ്ട് നമ്മളിങ്ങനെ യാത്ര തുടർന്ന്. ഇപ്പോൾ കുറച്ചിട്ടൊക്കെ കുഴപ്പമില്ലാത്ത റോഡാട്ടോ. ഇവിടെയൊക്കെ നല്ല സ്മൂത്ത് റോഡാണ്. പിന്നെ കണ്ടില്ലേ കുണ്ടും കുജ്ജും ഒക്കെ ആയിക്കൊണ്ട് ഒരാൾക്ക് പോകാനുള്ള വീതി ആ റോഡുള്ളൂ. ഒരു വണ്ടി വന്നാൽ മറ്റേ വണ്ടി നമ്മൾ ബാക്ക് എടുക്കണം. പിന്നെ എവിടെ സ്പേസിൽ നിർത്താറ്റുള്ളൂ. ഒന്ന് സൈഡാക്കിയാൽ പോലും ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു സ്ഥലം അവിടെ ഇല്ല. ഭയങ്കര കയറ്റമാണ്. കാരണം വയനാട് ഒന്നുമല്ല, അമ്മാതിരി ചുരമാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഇതുവരെ വ്യൂ പോയിന്റിക്കൊന്നും അങ്ങനെ പോയിക്കണമെങ്കിലും ചെറിയ വ്യൂ പോയിന്റിക്ക് പോയിട്ടുള്ളൂ. പിന്നെ വയനാട് പോയാലും അവിടുത്തെ വ്യൂ പോയിന്റ്സൊക്കെ ഇത്ര മീറ്റർ നടക്കാണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കയറലില്ല. ആദ്യമായിട്ടാണ് ഒരു വ്യൂ പോയിന്റിക്ക് ഞാൻ പോണത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് കേട്ടോ. അങ്ങനെ ഒരൊറ്റ വണ്ടി പോകാനുള്ള സ്പേസേ ഉള്ളൂ. പിന്നെ ഇടയിൽ വണ്ടി കേട് വന്നുകാണ്ട് അങ്ങനെ കിടക്കണതുണ്ട്. അങ്ങനെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചും കഴിഞ്ഞാൽ റോഡും ഇല്ല. പിന്നെ നമ്മൾ സ്ഥലത്തെത്തി. പിന്നെ ഞാൻ കൊക്കോ പറഞ്ഞ സാധനം ഇതുവരെ കഴിച്ചില്ല. എല്ലാവരും പറഞ്ഞ് കേട്ടിക്കണമെന്നല്ല, ഞാൻ ഇതുവരെ കഴിച്ചില്ല. അപ്പോൾ അത് 2 കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. ഒന്നിന് 35 രൂപ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 2 വാങ്ങിച്ച് ഞാൻ വാങ്ങിക്കണ കണ്ടപ്പോൾ മോക്കൊരാഗ്രഹം. ഓക്ക് തേമിഠായി വേണം പറഞ്ഞ് കുറുമ്പാട്ടി ഓക്ക് തേമിഠായി വാങ്ങിച്ചു കൊടുത്തു. തേമിഠായും വാങ്ങി. അപ്പോൾ ഇവിടെ ഒരാൾ വണ്ടിയിൽ എന്നെ എടുക്കണില്ല പെച്ചി പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഓനെടുത്ത് ഞാൻ അടിക്കാക്കി കൊടുത്ത് ഓൻ്റെ പെച്ചിൻ്റെ അടുത്ത് കാക്കി കൊടുത്ത്. പിന്നെ അതും വാങ്ങി നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോയി. കുറച്ച് നടക്കണത്രേ 300 മീറ്ററോ 400 മീറ്റർ അങ്ങാണ്ട് നടക്കാണ്ട്. മക്കളെയും കൊണ്ടൊന്നും ഒരിക്കലും അങ്ങോട്ട് കയറാൻ കഴിയൂല കേട്ടോ. എന്താ വെച്ചാൽ കാര്യമായിട്ട് ഫാമിലീസ് ഇങ്ങനെ ചെറിയ കുട്ടികളിലൊന്നും വരുന്നില്ല. ഫാമിലീസ്, അതേപോലെ തന്നെ കപ്പിൾസ്, പിന്നെ ജെൻസ് ഫ്രണ്ട്സാൾ അങ്ങനെയൊക്കെ കൂടുതൽ വരുന്നുള്ളൂ. പിന്നെ നമ്മളെന്തായാലും ഇവിടെ അറ്റം വന്നില്ലേ, അപ്പം ഇന്ന് കയറി നോക്കാം. അതുവരെ ഒരു വ്യൂ പോയിൻറ്റും പോയിട്ടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടന്നു. കുറച്ചിട്ടൊക്കെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് കുട്ടീനെ എടുക്കാൻ കഴിയണില്ല. കാരണം കുട്ടീനെയും കൊണ്ട് എനിക്ക് നടക്കാൻ കഴിയണില്ല. വാപ്പിയും മകളും കുട്ടീനെ എടുക്കാൻ കജ്ജാതെ പിന്നെ എത്തിനാ പറ്റുക ചോദിച്ചുകൊണ്ട് വാപ്പിയും മകളും അങ്ങനെ ഒരുമിച്ച് നടന്ന്. അങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും പോവില്ല, നടക്കുക തന്നെ വേണം. അത്യാവശ്യം നടക്കാനുണ്ട്. 300 മീറ്റർ എന്നാ പറയണത്, 300 മീറ്റർ ഒന്നും അല്ല. ഈ മകളും അങ്ങനെ മുന്നോട്ട് നടന്നു പോയി. പക്ഷെ എനിക്ക് കഴിയണില്ല. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കുട്ടിയും ഒക്കെപ്പാടെ കഴിയുമ്പോൾ ഞാൻ അങ്ങനെ സാവകാശം പിന്നിലൂടെ പോവുക ചെയ്തത്. കുറച്ചെത്തിയപ്പോൾ മൂപ്പര് ചോദിച്ച് ഞാൻ എടുക്കണ കുട്ടീനെ ചോദിച്ചുകൊണ്ട് മൂപ്പര് എടുത്തു. അപ്പം പിന്നെ വലിയ പ്രശ്നമല്ല. കുന്നും മലയൊക്കെ കടന്ന് ഞങ്ങൾ കുറേ അങ്ങോട്ട് കയറി പോവാണ്ട്. പോകുമ്പോൾ വെള്ളക്കുപ്പിയൊക്കെ കയ്യിൽ പിടിച്ചോണ്ട് ഞങ്ങളൊന്നും കയ്യിൽ പിടിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് ഇറങ്ങുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളക്കുപ്പി കയ്യിൽ പിടിക്കണത് നല്ലതാണെന്ന് മനസ്സിലായി. ആരിവൻ കല്ലും തൂക്കി
പോയിടുന്നു. മൂപ്പരങ്ങനെ കുറച്ചേരം 2 കുട്ടികളൊക്കെ എടുത്ത് നടന്നു. പിന്നെ മൂപ്പര് പറഞ്ഞു ഞാൻ കുഴങ്ങി ജന പിടിച്ചോ പറഞ്ഞു. പക്ഷെ ഇവിടെ അത്ര സേഫ്റ്റി ഇല്ല. കാരണം ആ മുളക്കൂട്ടത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ ആരെങ്കിലും ഒന്ന് വലിച്ചാൽ നമ്മൾ അറിയൂല. അവിടെ ആരും ഇല്ലതൊന്നും നമുക്ക് അറിയാൻ കഴിയൂല. അത്ര വലിയ സേഫ്റ്റി ഉള്ള സ്ഥലമൊന്നുമല്ല. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എമ്പാടും ആൾക്കാർ വരുന്നുണ്ട്. കാര്യമായിട്ട് കപ്പിൾസാണ്. ചെക്കന്മാർ ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ചെക്കന്മാർക്കൊക്കെ നല്ല അടിപൊളി വൈബൊക്കെ കേട്ടോ. ഓൽക്ക് ഈ വൈകുന്നേരം സമയത്തൊക്കെ ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ പറ്റും. പിന്നെ അവിടെ കുറേ മുളക്കൂട്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മുളക്കൂട്ടമൊക്കെ കാണുന്നത്. അത് പോലെ ആക്കി വെച്ചേക്കുക. അതൊരു പ്രത്യേക തരം വൈബ്. കാടും അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഇതാവും. ഇതെന്താ കായ് നിങ്ങൾക്ക് അറിയോ? ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നല്ല മുന്തിരിക്കൊല പോലെ നിൽക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതിൻ്റെ ഉള്ളിൽ മൂപ്പര് തേമുട്ടായി കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഓരോരുത്തരും നോക്കി ഒന്ന് കുഴങ്ങിയിരിക്കണ്. ഇതുവരെയുള്ള കയറ്റൊന്നും പ്രശ്നമില്ലായിരുന്നു. ഇനിയാണ് കയറാല്ലേ. ഇത് കുട്ടീനെയും കൊണ്ട് കയറാൻ കഴിയുമെന്ന് സംശയമാണ്. കാരണം പാറക്കല്ലിൻ്റെ നുറു കൂടെയൊക്കെ കയറിപ്പോയിട്ട് വേണം അതിൻ്റെ നുറുക്കെത്താൻ. ഇതൊരു ഇടുങ്ങിയ വഴി. ആ മരക്കൊമ്പുമ്മലും ചുള്ളിമ്മലും ഒക്കെ പിടിച്ച് എന്തായാലും ഇവിടെ എത്തിയില്ല. ഇനി ഒരു ഇത്തിരിയായിട്ട് കയറാതെ കാണാതെ പോകണ്ട വിചാരിച്ച് മെല്ലെ ചവിട്ടി മെല്ലെ മെല്ലെ കയറിപ്പോയി. ഇനി ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരില്ല. കാരണം കയറി മുകളിലെത്തിയപ്പോൾ നല്ല അടിപൊളിയാണ്. വ്യൂ ആണ് കാണാൻ അടിപൊളിയാണ്. പക്ഷെ ഒറ്റക്കാവുമ്പോൾ പ്രശ്നമില്ല. കുഞ്ഞു മക്കളെയും കൊണ്ട് കഴിയൂല. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ മൂപ്പരെയും കുട്ടികളെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം ഫോണിൽ നോക്കി പട്ടിഷോയും കാട്ടി പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോന്നിട്ടോ. എനിക്ക് പേടിയാവുക. പാറക്കല്ലല്ലേ, കുട്ടികളൊന്ന് വീണ് കഴിഞ്ഞാൽ തല അടിച്ചാൽ കഴിഞ്ഞു. പേടിയാണ്. എനിക്കൊരു സമാധാനമില്ല അവിടെ നിന്നിട്ട്. എന്നാൽ മക്കളെങ്ങാലും ഒന്ന് കാല് തെറ്റിയാൽ കഴിഞ്ഞു. പേടിയാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പോന്നിട്ടോ. ഒരു 10-15 മിനിറ്റ് തികച്ചവിടെ നിന്നിട്ടില്ല. പെട്ടെന്ന് പോന്നിക്കണം. അവിടെ ഒരു രാവിലെ ഏർലി മോർണിംഗ് സമയത്ത്, പിന്നെ അതേപോലെ ഈവനിങ് ആ സൺലൈറ്റ് ഉണ്ടാവുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇപ്പോഴൊക്കെ രസം. അപ്പോൾ പാത്തുമാക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം പറഞ്ഞാണ്ട് ഓക്കും കുറച്ച് ഓളയും കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി. പാത്തുമാക്കൊരു കുഴക്കമില്ല, ക്ഷീണമില്ല. എന്താ ഓളെ എനർജി. ഓക്ക് നല്ല രസം. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതുപോലുള്ളതൊന്നും ഇല്ലല്ലോ, എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നല്ലോ, കാടും മലയും കുന്നൊക്കെ കയറി നടന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവർക്കും വെറും മൊബൈൽ ഫോണാണല്ലോ ലോകം. അപ്പോൾ ഓക്ക് നല്ല രസമായി തോന്നി. പ്രത്യേകിച്ച് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കയറിയ പോലെയല്ല, ഇറങ്ങാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്. ആ ചെറിയ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മൂപ്പര് പിടിച്ച് കുട്ടീനെയൊക്കെ പിടിച്ച് പിന്നെ മെല്ലെ മെല്ലെ ഇറങ്ങി. എന്നാൽ ആൾക്കാർ നോക്കിക്കാണ് ചെറിയ കുട്ടീനെ കൊണ്ട് ഇത് എങ്ങനെയാണ് ഇറങ്ങണമെന്നില്ല. പിന്നെ അവിടെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ മൂപ്പര് കുട്ടീനെ പിടിച്ചുകൊണ്ട് അങ്ങനെ തിരിച്ചു പോന്നു. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഓല് വണ്ടിക്കെത്തി. ഞാൻ പിന്നെ ആക്കും പോലെ സാവകാശം മെല്ലെ മെല്ലെ നടന്നാണ് ഞാൻ പോയത്. പിന്നെ ഓക്ക് കടി കയറിക്കാണ്ടോക്കെ എന്തൊക്കെയോ വേണം പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി കൊടുത്തു. എന്തോ പൂളപ്പൊരിയോ എന്തൊക്കെയോ വാങ്ങി കൊടുത്തുക്കണ്. പിന്നെ മോനൂസിൻ്റെ പമ്പേഴ്സ്, കുട്ടികളെ പമ്പേഴ്സ് മാറ്റാനായിരുന്നു. മൂപ്പര് അതൊക്കെ മാറ്റി കൊടുത്ത്. മൂപ്പര് 2 കാലും ഒരു ടൗസറിൻ്റെ ഒരു കാലിക്ക് ഇട്ട് കൊടുത്തുക്കണ്. ഉണ്ടാവുക കണ്ട് ചിരിക്കുകയെന്ന് ഞങ്ങൾ. പിന്നെ കൊക്കോ വാങ്ങിച്ചില്ലായിരുന്നോ, അതൊന്ന് ജസ്റ്റ് എന്താ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പൊളിച്ചു. മൂപ്പര് പൊളിച്ചു തന്നു. ഒരു പ്രത്യേക തരം ടേസ്റ്റ്, ചെറിയൊരു പുളിപ്പ്, ചെറിയൊരു മധുരം, ഒരു പ്രത്യേക തരം ഫ്ലേവർ. കുഴപ്പമില്ല, ആവറേജ്. പക്ഷെ മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കുരു വീങ്ങിപ്പോയാലേ അടഞ്ഞു പോകും.
ചെറിയ മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ അവിടുന്ന് പോന്നപ്പോഴാണ് ഒരു വണ്ടി എന്തോ പെട്രോൾ ഇറങ്ങിയതാണെന്ന് പറഞ്ഞാണ്ട് വണ്ടി അവിടെ നിന്നുകണ്. അപ്പോൾ അവിടെ ഒരു വണ്ടിക്കാരൻ വന്നാണ്ട് എൻ്റെ വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല, വണ്ടിയിൽ വേറെ രോഗം പറഞ്ഞ് പേടിച്ചിട്ട് അവിടെ നിർത്തിയിട്ടേക്കുക. അയാളെ ബാക്ക് ഇറക്കിക്കാണ്ട് പിന്നെ അവിടെ എല്ലാ ആൾക്കാർ ബ്ലോക്കായിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡാക്കിച്ച് പിന്നെ നമുക്ക് പോകാനുള്ള വഴി ഒരുക്കി തന്നു കേട്ടോ. നല്ല ചേട്ടനാണ്, നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പോന്നു. ഇനി നമ്മൾ പോണത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അത് കോഴിക്കോടിൽ തന്നെ തോന്നുന്നു ഈ വയലയുടെ വ്യൂ പോയിന്റ്. എനിക്കറിയില്ല ഏതാ ജില്ല എന്ന് ഞാൻ ചോദിച്ചില്ല. കാടും കാറ്റും മണ്ണും മലയൊക്കെ കാണാൻ കുറച്ച് സമയത്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വെറും വേസ്റ്റ് ബ്രോ. നാട്ടുകാരെ നോക്കണ്ടോ, നിങ്ങ പറക്ക് ബായ്. അങ്ങനെ എൻ്റെ കണ്ണാട പൊട്ടിച്ചതിനും എൻ്റെ ഫോൺ ഇത്രയും കാലം പൊട്ടിച്ചതിനും ആണ് രായനല്ലൂർ മല അന്നെ കൊണ്ട് കയറ്റിച്ചു. ഇനിയെങ്കിലും അങ്ങനത്തെ വിത്തനുണ്ടാക്കിയ ഇതിലാരും വലിയ മലയെ കയറും. ഇനി നമ്മളങ്ങനെ കളിയും ചിരിയും തമാശകളും പറഞ്ഞ് സ്വിമ്മിങ് കണ്ട് നമ്മളങ്ങനെ പോയപ്പോൾ എന്തോ ശിവരാത്രി മഹോത്സവം എന്തോ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വോയിസ് കേൾക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, കാരണം മിസുമോന് ഉറങ്ങിയിട്ടില്ല, നല്ല കളിയിലാണ്. അപ്പോൾ ശിവരാത്രി മഹോത്സവം കണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ബീച്ച് ചെന്നപ്പോൾ പെരും തിരക്ക്, സൂചി കുത്താലയുടെ അവിടെ അല്ല. അത്രയും വണ്ടികൾ സൺഡേ ആയതുകൊണ്ടായിരിക്കും രാത്രി 2 മണി വരെ ഈ ബീച്ചിൻ്റെ അവസ്ഥ അതാണ്. ഭയങ്കര തിരക്കാണ്. കാരണം നോമ്പും കൂടി അടുത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല. എന്തൊരു തിരക്കോ, എത്രങ്ങാനും ജനങ്ങൾ. ലാസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചാൻ ഇറങ്ങി. ചായ പറഞ്ഞ ഷോപ്പിലോട്ട് പോയിക്കൊണ്ട് പോണ വഴിക്ക് കല്ലുമ്മക്കായ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം കല്ലുമ്മക്കായ വാങ്ങണീനല്ല, എന്താ പ്രശ്നം വെച്ചാൽ ഒരു പ്രാവശ്യം ഇതേമാതിരി ഞാൻ വാങ്ങിച്ചിട്ട് വണ്ടി വെച്ചു, ബക്കറ്റൊന്നും ഇല്ലാതെ. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ വെച്ച് ഭയങ്കര സ്മെല്ല് അതുകൊണ്ടാണ് കല്ലുമ്മക്കായ ബക്കറ്റ് എന്നും എടുക്കാൻ മറക്കും, അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കറിയാ എന്തല്ലേ നോക്കി പൊട്ടിത്തെറിച്ചത്, മറ്റേത്, പിന്നെ കല്ലുമ്മക്കായി, കട്ലേറ്റ് ഉണ്ട് 2-3 വിധം, സമൂസ, പിന്നെ കല്ലുമ്മക്കായി വാങ്ങി. പിന്നെ വേറെ എന്തൊക്കെയോ സ്നാക്ക് വാങ്ങി, എന്തൊക്കെയാണെന്ന് അറിയില്ല, അതും കഴിച്ച്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബീച്ചിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങി നോക്കി ഞങ്ങൾ. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ പോകുന്നു. വർക്കിംഗ് ഡേയ്സിലെ ബീച്ചിൽ പോയിട്ട് കാര്യമില്ല.